ഇതേ ഏജൻസിയുടെ കീഴിലുള്ള പെരുമ്പാവൂർ അറക്കപ്പടിയിലെ ഓഫീസ് കെട്ടിടത്തിൽ ജില്ലാ ലേബർ ഓഫീസറുടെയും പെരുമ്പാവൂർ പോലീസിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. HPL കമ്പനിയിലെ മുൻ ജീവനക്കാരൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കേരളമാകെ കണ്ട് ഞെട്ടിത്തെരിച്ചു പോയ ആ ദൃശ്യങ്ങൾ, മുട്ടിൽ ഇഴയിക്കുന്നതടക്കമുള്ള പീഡനങ്ങൾക്കിരയായ യുവാവാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ലൈനിലുള്ളത്. അദ്ദേഹത്തിന്റെ പേരോ അദ്ദേഹത്തിന്റെ മുഖമോ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല. നമുക്ക് ആ സഹോദരനോട് സംസാരിക്കാം. താങ്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അവിടെ എന്താണ് അനുഭവപ്പെട്ടത് എന്നുള്ളത് ഇപ്പോൾ വെളിവായിട്ടുള്ളതാണ്. കേരളം ഒന്നടങ്കം അതിനോട് പ്രതിഷേധിക്കുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആരാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത് എന്ന് പറയാം. ഹലോ പറയാം. ഒന്ന് നമ്മളവിടെ വിളിച്ചു കേട്ടുന്നത് വെച്ചാല് ഈ അക്കൗണ്ട്സിൽ വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റ് സെക്ഷനിൽ വർക്ക് ഉണ്ടെന്നാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത്. ആദ്യം ചെയ്യുന്ന ഇവര് ശരിയായ കള്ളത്തരങ്ങളാണ്. കാരണം നമ്മൾ ഈ ഫീൽഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ അവിടെ വിളിച്ചു വരുത്തുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ഈ ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ പ്രൊമോഷൻ ഉണ്ട്, അതും 6 മാസത്തെ ഒരു പ്രൊമോഷന്റെ രീതിയിലാണ് നമ്മൾ അവിടെ വിളിച്ചു വരുത്തുന്നത്. ട്രെയിനിങ് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നത്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടെന്ന് വെച്ചാൽ മെയിൻ ഹുബൈയിൽ എന്ന് പറഞ്ഞ ആളുടെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്തത്. എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് എത്തിയത്? എവിടെ പരസ്യം കണ്ടിട്ടാണ്? എങ്ങനെയാണ് ഈ ജോലിയിലേക്ക്? പരസ്യം എന്ന് വെച്ചാൽ നമ്മൾ പത്രത്തിൽ പരസ്യം കണ്ടിട്ടാണ് ജോലിയിലേക്ക് പോകുന്നത്. കാരണം സ്വന്തം സ്ഥലത്തേക്ക് സ്ഥിര നിയമനം, മാനേജ്മെന്റ് സെക്ഷനിലേക്ക് മാനേജറായിട്ട് സ്ഥിര നിയമനം 15,000 മുതൽ 35,000 വരെ സാലറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത്. താങ്കളെ കൊണ്ട് എന്തൊക്കെ ക്രൂരമായ ഇത്തരം പ്രവർത്തികളാണ് ചെയ്തത്? പ്രവർത്തിക്കുന്നത് ഈ സെയിം ഞാനിപ്പോ ഈ വീഡിയോ കണ്ട പോലെ തന്നെ ഞാൻ ന്യൂസ് കണ്ടിട്ടാണ് ഞാനൊരു നമ്പർ എനിക്ക് കിട്ടിയിട്ടാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് വിളിച്ചത്. അപ്പൊ ഈ ന്യൂസിൽ കണ്ട സെയിം അവസ്ഥയാണ് നമുക്ക് അവിടെ ഉണ്ടാവുന്നത്. കാരണം എന്താ വെച്ചാൽ ടാർഗറ്റ് നമുക്ക് അത് തന്ന ടാർഗറ്റ് നമുക്ക് അത് പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതേപോലെ നമ്മളെ മീശന്റെ അടിയും അടിപ്പിക്കുക, അതേപോലെ തന്നെ ഈ പട്ടീനെ പോലെ ഇങ്ങനെ നടത്തിക്കുക, ഉപ്പ് തീറ്റിട്ട് അതിന് വേറെ വിഷയമൊക്കെ നടന്നിരിക്കുക. എന്ന് വെച്ചാൽ ഉപ്പ് തീറ്റിട്ട് ഈ ഉപ്പില്ല ഉപ്പ്, അപ്പൊ ഈ ഉപ്പ് തിന്ന ഇതില് ഒരുത്തനാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അതിന്റെ വേറെ വലിയ വിഷയമൊക്കെ ആളെ നടന്നത്. പക്ഷെ ഇതൊന്നും ആരും പുറത്തറിയില്ല. കാരണം അതിന്റെ ഉള്ളിൽ കയറിക്കാൻ ഞങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ നമുക്ക് അതിന്റെ ഉള്ളിൽ കിട്ടുന്ന വെച്ചാൽ. കാരണം എപ്പോഴും ഈ വലിയ ബ്രെയിൻ വാഷ് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് നെഗറ്റീവ്സ് ഇപ്പൊ ആരോട് എന്ത് സ്പ്രെഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ സമ്മതിക്കില്ല. എപ്പോഴും ഒരു മാനേജറോ അല്ലെങ്കിൽ ഒരു സീനിയർ ട്രെയിനിയോ നമ്മളൊപ്പം കൂടെ ഉണ്ടാവും. കാരണം പുതിയൊരാൾ വന്നാലോ അല്ലെങ്കിൽ നിലവിലുള്ള ആൾക്കാർ എപ്പോഴും നമ്മൾ കൂടെ ഒരാളെ പേഴ്സണലായിട്ട് നമുക്കൊന്ന് വീട്ടിൽ വിളിക്കാൻ പോലും ഇതിൽ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. കാരണം ഏത് ടൈമും നമ്മൾ ശ്രദ്ധിക്കാൻ അതിൻ്റെ ഉള്ളിൽ ഒരാൾക്കാരുണ്ടാവും. കള്ളത്തരം എന്ന് വെച്ചാൽ ഇവര് സത്യം പറഞ്ഞാൽ ശരിയായ കള്ളത്തരം ഇവര് പറയുന്നത്. ഇപ്പൊ മീഡിയൻ്റെ ആയിക്കോട്ടെ, ശരിയായ കള്ളത്തരം ഇവര് പറയുന്നത്. കാരണം ഈ ഹിന്ദുസ്ഥാൻ പവർ ലൈൻസ് എന്നാണ് ഈ ഹുബൈയിൽ നിന്നാണ് ആള് ഈ സാധനം എടുത്തിട്ട് നമ്മൾ സെയിലാക്കുന്നത്. അപ്പൊ ഈ ജോയ് സാറും അവര് ഈ ജോയ് സാറിനെ കാണിച്ചാണ് അവര് അവരുടെ ബിസിനസ് സെയിലാക്കുന്നത്. കാരണം ജോയ് സാർ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കി, ഇത്ര നാൾ കൊണ്ട് ഇത്ര വരുമാനം ഉണ്ടാക്കി, ഹുബൈയിൽ ഇത്ര നാൾ കൊണ്ട് ഇത്ര വരുമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് അവര് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് അവിടെ നിൽപ്പിക്കുന്നത്. ഈ ജോയ് സാർ അവിടെ വരാറുണ്ടോ? ജോയ് സാർ അങ്ങനെ ഇതുവരെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ സ്ഥലത്തും ജോയ് സാർ പോയിട്ടില്ല. പക്ഷെങ്കിൽ കെൽറ്റോന്റെ ആ ഒരു ഉദ്ഘാടനത്തിനാണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു പ്രൊമോഷന്റെ ഇതിന് അന്ന് ജോയ് സാർ അവിടെ വന്നിട്ടുണ്ട്. ജോയ് സാറിന് ഇതിന് പങ്കുണ്ടോ? പങ്കുണ്ടെന്ന് വെച്ചാൽ ഇത് മെയിൻ ഈ ബാക്കിയുള്ള ഈ ഓരോ സോണൽ മാനേജേഴ്സ് ഒക്കെ ഉണ്ട്, സോണൽ മാനേജേഴ്സ്. അപ്പൊ ഈ ജോയ് സാർ ഒരിക്കലും നേരിട്ട് ഇറങ്ങി ഇതിൽ നിൽക്കില്ല. കാരണം ഈ ഓരോ സോണിൽ ഓരോ മാനേജേഴ്സിനെ എനിക്ക് ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് വെച്ചാൽ ഈ സോണൽ, ഇപ്പൊ എറണാകുളം സോണൽ, കണ്ണൂർ സോണൽ, അതേപോലെ തന്നെ കോഴിക്കോട്, കാസർഗോഡ്, അങ്ങനെ ഓരോ സോണലിന് ഓരോ മാനേജർ ഉണ്ട്. അപ്പൊ ഇതിലാണ് ഇതിന്റെ കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു ഇടയ്ക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മളെ ഓഫീസിൽ വരും, ക്ലാസ് എടുക്കും, കാര്യങ്ങൾ പറഞ്ഞുതരും, എന്നിട്ട് അവരെ വൈക്ക് പോകും. പിന്നെ കൂടുതലും നമ്മളെ സീനിയർ മാനേജേഴ്സ് ആയിരിക്കും നമ്മളെ ഒപ്പം ഉണ്ടാവുക. ഈ ഹുബൈയിൽ നിന്ന് പറഞ്ഞ ആളെ, അല്ലെങ്കിൽ അതേപോലത്തെ ഒരുപാട് ഇപ്പം കേരളത്തിൽ തന്നെ 900 ബ്രാഞ്ചസ് ഇപ്പൊ നിലവിൽ ഈ ഹിന്ദുസ്ഥാൻ പവർ ലൈൻസ് എന്ന് പറഞ്ഞ ഇതിന്റെ പേരിൽ കേരളത്തിൽ മാത്രമല്ല, പുറത്ത് തമിഴ്നാട്, കർണാടക, അങ്ങനെ ഒരുപാട് സ്ഥലത്ത്. അതായത് ഈ ജോയ് സാറിന്റെ അറിവോടും അനുമതിയോടും കൂടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അല്ലേ? ആണ്, അത് അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന വെച്ചാൽ ഒരു 30 കൊല്ലമായിട്ട് ഈ സെയിം സിറ്റുവേഷൻ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 30 കൊല്ലമായിട്ട് എന്തായാലും അറിയാണ്ടിരിക്കില്ല ആള്. കാരണം വെച്ചാൽ അവിടെ വെച്ചാൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലാ അവര് ബിസിനസ് മുന്നോട്ട് പോവുള്ളൂ എന്ന നിലയിലാണ് നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യിപ്പിക്കുന്നത്. ഈ ടാർഗറ്റ് ബേസിൽ നമ്മൾ കോമ്പറ്റീഷൻ. ഈ 900 ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ 900 ബ്രാഞ്ചുകളിലും ഇത് തന്നെയാണോ സാഹചര്യം?
സെയിം സാഹചര്യമായിരിക്കും, സെയിം ഈ ഒരു കോമ്പറ്റീഷനും ഈ ഒരു സിറ്റുവേഷനും. കാരണം ആരും ഇങ്ങനെ വെളിപ്പെടുത്തുന്നില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു മോട്ടിവേഷനാണ് നടക്കുന്നത്. ഫുൾ മോട്ടിവേഷനാണ്. നമ്മൾ തിരിയാനോ പറഞ്ഞാനോ പുറത്തു നോക്കി ഇതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം നമുക്ക് ഒരാളോട് പറയാനോ പോലും നമുക്ക് ഒരു എന്താ പറയുക ഒരു സ്പേസിൽ തരൂല. സഹോദരൻ, ഒരു കാര്യം കൂടി, അവസാനമായ ഒരു കാര്യം കൂടി, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഉൾപ്പെടെ അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള കുറേ തൊഴിലാളികൾ അവരുടെ ഗതികേട് കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയില്ല, നമ്മളോട് ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന വിധത്തിലാണ് പ്രതികരിക്കുന്നത്. അവരെല്ലാം സത്യത്തിൽ ഭയപ്പെട്ടുകൊണ്ടാണോ പ്രതികരിക്കുന്നത്? 100% ഞാൻ ഉറപ്പുവരാൻ അങ്ങനെ ഭയപ്പെട്ടിട്ടായിരിക്കും. കാരണം ഈ സീനിയർ മാനേജേഴ്സ് അവർക്ക് മോട്ടിവേഷൻ ക്ലാസ് കൊടുത്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ ഇങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പം ഈ കാര്യങ്ങൾ ഈ സീനിയർ ഞാനിപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഞാനൊരു സീനിയർ ട്രെയിനി ആണെങ്കിൽ അപ്പം കൂടുതലും അവർക്കായിരിക്കും ബ്രാഞ്ചിലെ കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻവോൾവ് ആയിട്ടുണ്ടാവും. സീനിയർ ട്രെയിനർമാർ തന്നെ അസിസ്റ്റന്റ് മാനേജർ ആയിരിക്കും. അപ്പോൾ ഈ ട്രെയിനീസിന് അധിക കാര്യങ്ങൾ ഇവർ അങ്ങനെ അറിയിക്കില്ല. ട്രെയിനീസ് പറയുമ്പോൾ അവിടെ ഇപ്പൊ കച്ചവടത്തിൽ നിൽക്കുന്ന ഈ ട്രെയിനീസിന് അധിക കാര്യങ്ങൾ അങ്ങനെ അറിയിക്കുന്നില്ല. മനസ്സിലായി, താങ്കളോട് ഐക്യപ്പെടുകയാണ്. താങ്കൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ന്യൂസ് മലയാളം നിങ്ങളുടെ യാതനകൾ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. കേരളത്തിന്റെ ആകെ പിന്തുണ നിങ്ങൾക്കൊപ്പമുണ്ട്. ധൈര്യമായി തന്നെ ഇരിക്കുക. ഇത്തരം ക്രൂര പ്രവർത്തികളെ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യും. വളരെ നന്ദി ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചതിന് പ്രിയപ്പെട്ട സഹോദര.